അതാ ബ്രേക്കിംഗ് തണുത്തു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചൂടോടുകൂടി ഒരു വാർത്ത വരാൻ പോകുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒരു ബ്രേക്കിംഗ് അലാറം മുഴങ്ങിക്കഴിഞ്ഞു. ബ്രേക്കിംഗ് അലാറമായിട്ട് നമുക്കൊപ്പം ആരാണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാത്തൊരു കക്ഷിയാണ്. വായ്പ എടുക്കുകയും ആ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാത്തത് കൊണ്ടും ആ വീടിന്റെയും വസ്തുവിന്റെയും പൊസഷൻ ഏറ്റെടുത്ത് വീട് സീൽ ചെയ്ത് ബാങ്കിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുകയും കുറച്ച് ഇടതുപക്ഷ പ്രവർത്തകരുമായി ഇന്നലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്ത വസ്തുവിലും വീടിലും അനധികൃതമായി പ്രവേശിക്കുകയും വീട് ചവിട്ടി തുറക്കുന്നതിന് സഹപ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഇന്ന് പെരുമാറിയിട്ടുള്ളത്. ഇത് ആരാണെന്ന് മനസ്സിലായോ പ്രേക്ഷകർക്ക്? എനിക്കും ആദ്യം മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ വെമ്പായത്തുള്ള ബാങ്കിന്റെ ചെയർമാനാണ്, അർബൻ ബാങ്കിന്റെ ചെയർമാനാണ്. GR അനിലിനെതിരെയാണ് ഈ ബാങ്ക് ചെയർമാന്റെ ആരോപണം. രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ വെമ്പായത്തെ അർബൻ ബാങ്കിന്റെ ജപ്തിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ മന്ത്രി GR അനിൽ ഇടപെട്ടതിൽ ഒരു വലിയ വിമർശനമാണ് ഇപ്പോൾ ബാങ്ക് ചെയർമാൻ ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്ത സ്ഥലത്ത് മന്ത്രി അനധികൃതമായി പ്രവേശിച്ചുവെന്നും നിയമ നടപടികളെ അവഗണിച്ചുവെന്നുമാണ് പ്രധാനമായിട്ടും വിമർശനം ഉയർന്നിരിക്കുന്നത്. GR അനിലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ബാങ്ക് ചെയർമാൻ തേക്കട അനിൽകുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ കണ്ടത് തേക്കട അനിൽകുമാറിനെയാണ്. നമുക്ക് അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ GR അനിൽ നിയമപരമായി ഏറ്റെടുത്ത ഭൂമിയിൽ പോയി എന്തോ ഇടപെട്ടു എന്നാണ് ഈ തേക്കട അനിൽകുമാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അത് നിയമവിരുദ്ധമായ ഇടപെടലായിരുന്നോ അതല്ല ഈ GR അനിൽ ഇടപെട്ടതിൽ കാര്യമുണ്ടോ? എന്താണ് അരുൺ അതിനകത്തെ കാര്യം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് TV പുറത്തുവിട്ട വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അർബൻ ബാങ്കിലെ അർബൻ സഹകരണ ബാങ്കാണ്, നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന ഈ ബാങ്കിന്റെ ചെയർമാൻ കൂടിയാണ് അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാർ. ഇദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ GR അനിലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ 27-ാം തീയതി പ്രധാനമായിട്ടുള്ള ഈ കന്യാകുളങ്ങര കുണൂർ സ്വദേശിയായിട്ടുള്ള പ്രഭകുമാരിയുടെ വീട് ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് ഈ ബാങ്ക് കടന്നുപോയിരുന്നു. ഈ ജപ്തി ചെയ്തത് വീട്ടുകാരെ അറിയിക്കാതെയായിരുന്നു. പൂർണ്ണമായിട്ടും ഈ വീട്ടുകാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചതെന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ആ കുടുംബം ഒരു ദിവസം രാത്രി മുഴുവനും ആ വീട്ടിൽ ഉറക്കമിളച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോവുകയും നാട്ടുകാർ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. തുടർന്ന് വട്ടപ്പാറ പോലീസൊക്കെ സ്ഥലത്തെത്തി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെയാണ് മന്ത്രി GR അനിൽ ഈ വീട്ടിലെത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ടത് ബാങ്ക് നടത്തിയത് ഏറ്റവും വലിയ ഒരു വട്ടിപ്പലിശക്കാർ ഇടപെടുന്നത് പോലെ ഗുണ്ടായിസപരമായിട്ടുള്ളൊരു നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചതെന്നുള്ളതാണ് റിപ്പോർട്ടർ സംഘം അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. കാരണം 27-ാം തീയതി രാത്രി 11:30-12 മണിയോടുകൂടിയാണ് നമ്മൾ അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച 4-അംഗ കുടുംബം ഒരു വീട്ടിന് പുറത്തിരിക്കുന്നു. അതിൽ 85 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരുടെ മരുന്നും ഭക്ഷണവും ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണം സഹിതം വീട്ടിനുള്ളിൽ വെച്ച് പൂട്ടി, പകരം ഒരു ആശാരിയെ കൊണ്ടുവന്ന് വീട് പൂട്ടി കടന്നു പോകുന്ന അവസ്ഥ. അതും ഒരു അർബൻ സഹകരണ ബാങ്കാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം ഈ വർഷമാണ് നിയമസഭയിൽ ഈ ജപ്തി വിരുദ്ധ ബില്ല് കേരള നിയമസഭയിൽ സർക്കാർ പാസ്സാക്കിയത്. അത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയ ഒരു സാഹചര്യത്തിൽ പോലും സഹകരണ ബാങ്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അനിൽകുമാർ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും ഇപ്പോൾ പറയുന്നത് GR അനിൽ നടത്തിയത് ഗുണ്ടകളെ കൊണ്ടുപോയി കോടതി വിരുദ്ധ നടപടിയാണ് നടത്തിയത്, സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയത്. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഇവിടെ വളരെ കൃത്യത നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടും ജപ്തി ചെയ്തുകൊണ്ട് അവരെ പൂർണ്ണമായും പുറത്താക്കിക്കൊണ്ടുള്ള ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് GR അനിൽ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞത്. അവിടെ ഒരു ഗുണ്ടകളെയും കൊണ്ടൊന്നല്ല അദ്ദേഹം മന്ത്രി അവിടെ വന്നത്. അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാരാണ് ആ വീട് തുറന്നു കൊടുക്കാനായിട്ട് അവരെ സഹായിച്ചത്. മന്ത്രി വന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ നാട്ടുകാർക്ക് കുറച്ചുകൂടി ആവേശമുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് പ്രധാനമായും പറയുമ്പോൾ അതെന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ വർഷമാണ് അത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയത്. ആ ബില്ലിന്റെ പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജപ്തി നടക്കുന്ന ഒരു ഘട്ടത്തിൽ സർക്കാരിന് ഇടപെടാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ പ്രധാനപ്പെട്ട വസ്തുത. 1968 ബില്ലിനെ ഭേദഗതി ചെയ്തുകൊണ്ട് 87 സെക്ഷനുകളെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് പുതിയ ഒരു അധികാരം സർക്കാരിന് നൽകുന്നു. ആ അധികാരം
വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം GR അനിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണസമിതിയിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന അർബൻ സഹകരണ ബാങ്കിന്റെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അരുൺ സോളമൻ. അങ്ങനെ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ മന്ത്രിക്ക് പറയാൻ പറ്റും സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ബില്ല് പ്രകാരം സർക്കാരിന് ജപ്തി കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. അങ്ങനെ ജപ്തി വിഷയങ്ങളിൽ ഇടപെട്ടു. ബാങ്ക് പറയുന്നത് നിയമപരമായിട്ട് ഏറ്റെടുക്കാൻ പോയ ഭൂമിയിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി ജനപ്രതിനിധി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആളാണ്. പക്ഷേ ഇടപെടുന്ന സമയത്ത് കൃത്യമായിട്ട് പണം തിരിച്ചടയ്ക്കാത്തതിലാണോ, ബാങ്കിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായോ, ഇക്കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ അന്വേഷിക്കുക കൂടി വേണം. ഏതായാലും ഒരു നിയമ പോരാട്ടത്തിന് പോവുകയാണ് എന്നാണ് വെമ്പായത്തെ അർബൻ സഹകരണ ബാങ്കിന്റെ ചെയർമാൻ തേക്കട അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്കെതിരെ ജപ്തി വിഷയത്തിൽ ഇടപെട്ടതിന് ഒരു ബാങ്ക് ഇതാദ്യമായിട്ടായിരിക്കും അങ്ങനെ നിയമ നടപടി സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കുക. ഇതൊരു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നിയമ നടപടിക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമല്ലോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കണ്ടറിയാം. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഒരു